ഇപ്പോൾ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇപ്പം ഓട്ടോമേഷൻ പഠിക്കുന്ന സ്ഥലങ്ങളിൽ കുറേ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാം വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആവണമെന്നില്ല. ഓട്ടോമേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ പല ടൈപ്സ് ഉണ്ട്. അതായത് ഇൻഡസ്ട്രിയിൽ വരുന്ന ഓട്ടോമേഷൻസ് ഉണ്ട്, അതുപോലെ ബിൽഡിംഗ് ഓട്ടോമേഷൻസ് ഉണ്ട്, ഹോം ഓട്ടോമേഷൻ ഉണ്ട്. PLC എന്നുള്ളൊരു കൺട്രോളറെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ PLC DCS സിസ്റ്റംസ് ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. PLCയിൽ നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്ന മെയിനായിട്ട് 5 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും റിലേ സിസ്റ്റത്തിൽ ഓടുന്ന കൺവെൻഷണൽ ആയിട്ട് കുറേ എന്താ പറയുക ഓട്ടോമേഷൻ പ്രോസസ്സ് ഉണ്ട്. ഇപ്പോഴും അതിനെല്ലാം റീപ്ലേസ് ചെയ്ത് PLC വന്നുകൊണ്ടിരിക്കുകയാണ്. പൈത്തൺ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഫീൽഡിനകത്ത് എന്തെങ്കിലും കരിയർ ബെനിഫിറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മാൻ പവറിനെ റെഡ്യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് മിഷൻസ് ചെയ്യുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണല്ലേ. അതിന് പറയുന്ന പേരാണ് ഓട്ടോമേഷൻ. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, ബിൽഡിംഗ് ഓട്ടോമേഷൻ, ഹോം ഓട്ടോമേഷൻ, ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്, ഓഫീസ് ഓട്ടോമേഷൻ, അങ്ങനെ പല തരത്തിലുള്ള ഓട്ടോമേഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. മാൻ പവറിനെ റെഡ്യൂസ് ചെയ്തിട്ട് മിഷൻസ് ചെയ്യുന്നു എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, അതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊരു എക്സ്പെർട്ടിനോട് ചോദിച്ചാലോ? ഫ്രെഡി സർ, വെൽക്കം ടു അവർ ഷോ. സാർ, ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും PLC, SCADA അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഓട്ടോമേഷൻ, ടെക്നിക്കലായിട്ടുള്ള സൈഡുകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് സാർ എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, ഓട്ടോമേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ പല ടൈപ്സ് ഉണ്ട്. അതായത് ഇൻഡസ്ട്രിയിൽ വരുന്ന ഓട്ടോമേഷൻസ് ഉണ്ട്, അതുപോലെ ബിൽഡിംഗ് ഓട്ടോമേഷൻസ് ഉണ്ട്, ഹോം ഓട്ടോമേഷൻ ഉണ്ട്. അപ്പം ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് ഇതിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്ന ഫാക്ടർ മെയിനായിട്ട് ഇൻഡസ്ട്രീസിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള കൺട്രോളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ബിൽഡിംഗ് ഓട്ടോമേഷനും അതുപോലെ തന്നെ ഹോം ഓട്ടോമേഷനും വരുമ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ യൂസ് ചെയ്യുന്ന കൺട്രോളേഴ്സ് യൂസ് ചെയ്യുന്നത് പറയപ്പെടുന്നുണ്ട്. പക്ഷേ അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല. അതിന് വേണ്ടിയിട്ടും സ്പെഷ്യൽ ആയിട്ടുള്ള വേറെ കൺട്രോളേഴ്സ് ഉണ്ട്. ഈവൻ ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിനായിട്ട് തന്നെ സർട്ടൻ ഇപ്പോൾ ഒരു ഫയർ ആൻഡ് സേഫ്റ്റി, ഓക്കെ, ആ ഫയറിൻ്റെ ആ ഒരു കേസിന് വേണ്ടിയിട്ട് തന്നെ അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കൺട്രോളറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ കൺട്രോളർ വേറൊരു കൺട്രോളിങ് ആക്ഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിൽ വരുമ്പോഴാണ് നമ്മൾ PLC എന്നുള്ളൊരു കൺട്രോളറെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ PLC DCS സിസ്റ്റംസ് ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ PLCക്ക് നമുക്ക് എല്ലാം കൺട്രോൾ ചെയ്യാം. ഈവൻ ഫയർ കൺട്രോൾ ചെയ്യാം, ബാക്കിയുള്ള എല്ലാ പ്രോസസ് വേരിയബിൾസിനെയും കൺട്രോൾ ചെയ്യാനുള്ള ഒരു കൺട്രോളറാണ് ഈ PLC എന്ന് പറയുന്ന കൺട്രോളർ. ഇതാണ് മെയിനായിട്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്ന ഫാക്ടറും ഇതാണ്. ബാക്കിയുള്ളതിൽ ശരിക്കുള്ള ബിൽഡിംഗ് ഓട്ടോമേഷനിലൊക്കെ അതിന് വേണ്ടി മാത്രമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കൺട്രോളറായിരിക്കും. പക്ഷേ PLC ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിൽ വരുമ്പോൾ PLC എന്ന് പറയുന്നത് വൈഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺട്രോളറാണ്. കൂടാതെ ഇത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കൂടിയാണ്. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ PLC കൺട്രോളർ ഉണ്ട്, അതുപോലെ SCADA കൺട്രോളർ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് ഈ PLC കൺട്രോളർ, എന്താണ് SCADA കൺട്രോളർ, തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമുക്കറിയില്ലല്ലോ, നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എന്തായിരിക്കും? PLC SCADA എന്ന് പറയുന്നത്, PLC ആക്ച്വലി ഒരു ഹാർഡ്വെയർ ആണ്. ഹാർഡ്വെയർ സ്ട്രക്ചറാണ് PLC. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് തന്നെ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ എന്നാണ്. SCADA സിസ്റ്റം എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസറി കൺട്രോൾ ആൻഡ് ഡാറ്റ അക്വിസിഷൻ ആണ്. അത് ആക്ച്വലി ഒരു സോഫ്റ്റ്വെയർ സൈഡാണ് വരുന്നത്. നമ്മൾ എന്തൊക്കെ പ്രോഗ്രാംസ് നമ്മൾ PLC ചെയ്യുന്നോ ആ പ്രോഗ്രാംസ് നമുക്ക് SCADA ത്രൂ മോണിറ്റർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് പ്രോഗ്രാം അറിയാവുന്ന ഒരാളായിരിക്കും ഇൻഡസ്ട്രിയിൽ കൊണ്ടുപോയിട്ട് PLC ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പക്ഷേ വൺസ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എക്സ്പേർട്സ് ഉണ്ടാവില്ല, ആ ഇൻഡസ്ട്രിയിൽ എക്സ്പേർട്സ് ഉണ്ടാവില്ല ഈ പ്രോഗ്രാം ചെയ്യാനായിട്ടുള്ള. അതിന് തേർഡ് പാർട്ടീസിന് ആൾക്കാരായിരിക്കും ഏൽപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ വൺസ് എ പ്രോഗ്രാം കഴിഞ്ഞ് ഒരു കൺട്രോളിങ് ആക്ഷൻ അവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ഓപ്പറേറ്റർ ആയിരിക്കും അത് ഏൽപ്പിക്കുക. ഓക്കെ, ഒരു ഡിവൈസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്പറേറ്റർ ഏൽപ്പിക്കും. പക്ഷേ ഇയാൾക്ക് പ്രോഗ്രാം അറിയാത്ത ആ സാഹചര്യം കൊണ്ട് ഒരു സോഫ്റ്റ്വെയർ ത്രൂ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു SCADA സിസ്റ്റം ആണെങ്കിൽ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ടാങ്ക് ഫില്ലിംഗ് സിസ്റ്റം. ടാങ്ക് നിറയുന്നു, അതിന് സ്വിച്ച് ഓൺ ആക്കണം, ഓഫ് ആക്കണം എന്നുള്ള, സ്വിച്ച് ഓൺ ആക്കിയാലേ നമുക്ക് മോട്ടോർ പമ്പ് ഓൺ ആയിട്ട് ടാങ്ക് ഫില്ലാവുള്ളൂ. പക്ഷേ ഈ ഒരു പ്രോഗ്രാം നമ്മൾ PLC ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോളിങ് ആക്ഷൻ PLC ചെയ്യുകയാണ്. പക്ഷേ ഇത് സ്വിച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും നമുക്ക് PLCയുടെ സോഫ്റ്റ്വെയർ വെച്ച് പ്രോഗ്രാമിംഗ് നോളജ് ഉള്ള ഒരാൾക്ക് മാത്രമേ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ SCADA സിസ്റ്റം ഉണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് നോളജ് വേണ്ട. ഈ SCADA ഓപ്പറേറ്റർക്ക് അവിടെ ജസ്റ്റ് പോയിട്ട് സ്വിച്ച് ആണെങ്കിൽ ഫിസിക്കലി സ്വിച്ചിൻ്റെ തന്നെ ഒരു ഡയഗ്രം ഉണ്ടാവും അവിടെ. അതുപോലെ തന്നെ ടാങ്ക് ആണെങ്കിൽ ടാങ്കിൻ്റെ തന്നെ ഒരു ഡയഗ്രം ഉണ്ട്. അപ്പം വിഷ്വലൈസ് നമുക്ക് കാണുന്ന ടൈമിൽ അതൊരു ടാങ്കും സ്വിച്ച് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഈസി ആയിട്ട് പോയിട്ട് സ്വിച്ച് ഓൺ ആക്കി ആ ടാങ്ക് ഫില്ലിംഗ് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് മെയിനായിട്ട്. SCADA എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ആണ്, PLC എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ ആണ്.
ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് സാർ ഏറ്റവും കൂടുതൽ പറഞ്ഞത് പ്രോഗ്രാമിങ്ങിനെ പറ്റിയിട്ടാണ്. ഓക്കെ. അപ്പോൾ ഈ PLCക്കകത്തും സ്കാഡയ്ക്കകത്തും ഒക്കെ ഏത് ടൈപ്പ് പ്രോഗ്രാമിങ്ങുകളാണ് യൂസ് ചെയ്യുന്നത്? ഈ പ്രോഗ്രാമിംഗ് ഒക്കെ പോലെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണോ, അതോ വേറെ എന്തെങ്കിലും പ്രോഗ്രാമിംഗ് നമുക്കിപ്പം PLCക്കകത്തും സ്കാഡയ്ക്കകത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട്. സ്കാഡയിലും PLCയിൽ നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്ന മെയിനായിട്ട് 5 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അല്ല വരുന്നത്. ആക്ച്വലി അതൊരു ഡിസൈൻ, ഒരു ഗ്രാഫിക്കലായിട്ടുള്ള ഇൻ്റർഫേസ് ആണ് വരുന്നത്. പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഫുൾ കോഡ്സ് ആണ്, നമ്മൾ റിട്ടൺ ആയിട്ടുള്ള വേർഡ്സ് നമ്മളത് യൂസ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ആക്ഷൻ എടുക്കുന്നത്. പക്ഷേ PLCയിൽ വരുന്ന മെയിനായിട്ട് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ലാഡർ ലോജിക്കും ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രമാണ്. പിന്നെ ഇപ്പം സ്ട്രക്ചർ ടെക്സ്റ്റ് ഇപ്പം വരുന്നുണ്ട്. സ്ട്രക്ചർ ടെക്സ്റ്റ് ഇപ്പം വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ സ്ട്രക്ചർ ടെക്സ്റ്റ് ആക്ച്വലി നമ്മുടെ പ്രോഗ്രാമിംഗ് പൈത്തണുമായിട്ട് കണക്റ്റഡ് ആണ്. അത് കുറച്ചും കൂടെ കോഡിംഗ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരു കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ പ്രോഗ്രാം കൺട്രോൾ കിട്ടുന്നത് സ്ട്രക്ചർ ടെക്സ്റ്റിലായിരിക്കും. പക്ഷേ എല്ലാ ടെക്നീഷ്യൻസിനും ലൈക്ക് ഈവൻ വളരെയധികം പ്രോഗ്രാമിംഗ് നോളജ് ഇല്ലാത്തവർക്കും പഠിക്കാൻ പറ്റുന്ന ലാംഗ്വേജസ് ആണ് വൈഡ്ലി യൂസിങ് ആയിട്ടുള്ള ലാഡർ ലോജിക്കും അതുപോലെ തന്നെ ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രം. ഓക്കെ. ഇപ്പോൾ സാർ ഇപ്പം പൈത്തൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ പൈത്തൺ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഫീൽഡിനകത്ത് എന്തെങ്കിലും കരിയർ ബെനിഫിറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പൈത്തൺ മാത്രമായിട്ട് പഠിച്ചിട്ടൊരു കരിയർ ബെനിഫിറ്റ് വരാൻ വഴിയില്ല. കാരണം നമ്മൾ ആക്ച്വലി PLC അറിയണം. PLCയുടെ ബേസിക് പൈത്തൺ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനകത്ത് അത് വെച്ചിട്ടുള്ള എന്തെങ്കിലും കരിയർ ബെനിഫിറ്റ്സ് ഉണ്ടോ? ഉണ്ട്. കാരണം PLCയിൽ നമ്മളിപ്പം ഒരു റിമോട്ടായിട്ടുള്ള കൺട്രോളിങ് ആക്ഷൻ ലൈക്ക് IIoT, ഇൻഡസ്ട്രിയൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയും. ഈ IIoTയിൽ വരുന്ന മെയിനായിട്ട് പൈത്തൺ യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൺട്രോളിങ് ആക്ഷൻ വരുന്നത്. ഈവൻ പൈത്തൺ മാത്രമല്ല, ജാവ യൂസ് ചെയ്യുന്നുണ്ടാവും, MQTT യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമുക്ക് IIoT ബേസ്ഡ് ആയിട്ട് ഉള്ളവർക്ക് ഹെൽപ്ഫുൾ ആണ്. മീൻസ് ആ ഒരു കൺട്രോളിംഗ് ആക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിൽ. ഓക്കെ. ഇപ്പോൾ PLC എന്ന് പറയുമ്പോൾ ഒരു കൺട്രോളർ ആണല്ലോ. അപ്പം DCS എന്ന് പറയുന്ന ഒരു വേർഡ് ഇപ്പോൾ സാർ ആദ്യം പറഞ്ഞിരുന്നു, DCS ഇതിനകത്തൊരു കൺട്രോളർ ആണെന്ന്. അപ്പം DCS കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണ്? അതിനകത്ത് സെയിം പ്രോഗ്രാമിംഗ് തന്നെയാണോ യൂസ് ചെയ്യുന്നത്, അതോ DCS എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു കൺട്രോളർ ആണോ? അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? PLC എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് അലോൺ സിസ്റ്റമാണ്. അതിൽ മൾട്ടിപ്പിൾ കൺട്രോളേഴ്സ് ഇല്ല, ഒരു സിംഗിൾ കൺട്രോളറാണ് PLCയിൽ വരുന്നത്. പക്ഷേ അത് മാത്രമല്ല, PLC വളരെ കുറച്ചും കൂടെ കോംപ്ലക്സിറ്റി കുറഞ്ഞ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനാണ് PLC യൂസ് ചെയ്യുന്നത്. DCSലോട്ട് വരുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയും. അതിൽ റിഡൻഡൻ്റ് ആയിട്ടുള്ള കൺട്രോളേഴ്സ് ഉണ്ടാവും. റിഡൻഡൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ കേസ് ഒരു കൺട്രോളർ ഒരു പ്രോസസ്സിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ആ സെയിം ടൈമിൽ തന്നെ മറ്റ് റിഡൻഡൻ്റ് ആയിട്ടുള്ള കൺട്രോളർ അത് ടേക്ക് പാർട്ട് ചെയ്യും. സോ ഒരു പ്രോസസ്സ് സ്മൂത്തായിട്ട് അവിടെ നമുക്കൊരു ഇൻഡസ്ട്രിയിൽ നടക്കാൻ പറ്റും. അപ്പം DCS മോസ്റ്റ്ലി ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റത്തിനെ ആയിരിക്കും അത് ഇൻടേക്ക് ചെയ്യുക. ലാർജ് കൈൻഡ് ഓഫ് ഡാറ്റാസ് അത് അനലൈസ് ചെയ്യുന്നുണ്ട്, പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി അതിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡ് കുറവാണ് DCSൻ്റെ കമ്പയർഡ് ടു PLC. സോ PLC കുറച്ചും കൂടെ ഫാസ്റ്റാണ്, ഡിസ്ക്രീറ്റ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ PLC എന്ന് പറയുന്നത് കുറച്ചും കൂടെ കോംപ്ലക്സിറ്റി കുറഞ്ഞ സിസ്റ്റത്തിനും DCS കോംപ്ലക്സ് ആയുള്ള സിസ്റ്റത്തിനും വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സാർ, എന്താണ് ഈ VFD എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ അല്ലേ? അപ്പം VFD എന്താണ്, അതിൻ്റെ യൂസ് എന്താണെന്നുള്ളതൊന്ന് പറയാമോ? ഓക്കെ. VFD ആക്ച്വലി ഒരു വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് എന്നാണ് അതിൻ്റെ ഡെഫിനേഷൻ തന്നെ വരുന്നത്, ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അപ്പം ഈ മോട്ടറിൻ്റെ മോട്ടർ സ്പീഡ് കൺട്രോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ VFD ത്രൂ ആണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം നിലവിൽ VFD അല്ലാതെ സോഫ്റ്റ് സ്റ്റാർട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്. സോഫ്റ്റ് സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് മോട്ടറിൻ്റെ ഇനീഷ്യൽ കറണ്ട് കുറയ്ക്കാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സോഫ്റ്റ് സ്റ്റാർട്ടേഴ്സ്. കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറവാണ്. പക്ഷേ അതാണ് പല കേസുകളിലും നമ്മൾ VFD ഈ ലോ റണ്ണിങ് എന്നൊക്കെ നമ്മൾ VFD യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ വെറും സ്റ്റാർട്ടിങ് ഫേസിലൊക്കെ, അതായത് വളരെ ലോ ബഡ്ജറ്റിൽ ചെയ്യാനാണെങ്കിൽ നമുക്ക് സോഫ്റ്റ് സ്റ്റാർട്ടേഴ്സ് മതി. പക്ഷേ കുറച്ചും കൂടെ കോംപ്ലക്സ് സിസ്റ്റമാണ് VFD വരുന്നത്. VFDയിൽ നമുക്ക് അനലോഗ് ഇൻപുട്സും അതുപോലെ ഡിജിറ്റൽ ഇൻപുട്സൊക്കെ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. DC ബ്രേക്കിംഗ്, പെട്ടെന്ന് നമുക്കൊരു മോട്ടർ സ്റ്റോപ്പ് ചെയ്യുക, അതിനെ ഫോർവേഡ് കറക്കുക, റിവേഴ്സ് റൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് VFDയിൽ പോസിബിളാണ്. അപ്പം മെയിനായിട്ടൊരു മോട്ടറിന് നമ്മൾക്ക് എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാവോ ഈവൻ മോട്ടറിൻ്റെ RPM നമുക്ക് മെഷർ ചെയ്യാം. അതുപോലെ തന്നെ സ്പീഡ്സ് കൺട്രോൾ ചെയ്യാം. നമുക്ക് PLC ആയിട്ട് ഇൻ്റർഫേസ് ചെയ്തിട്ട് PLC ത്രൂ കൺട്രോളിങ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ VFDയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മൾ HP കൂടുന്നതനുസരിച്ച് VFDയുടെ സൈസും കൂടും, കോസ്റ്റും കൂടും. ഈ കൺവെയർ ബെൽറ്റ് ഒക്കെ മൂവ് ചെയ്യുന്നത് VFDയുടെ ഹെൽപ്പോട് കൂടിയായിരിക്കും അല്ലേ? കൺവെയേഴ്സ് നമുക്ക് VFDയുടെ ഹെൽപ്പോട് കൂടെ, ബിക്കോസ് ഒരു മോട്ടറിൻ്റെ സ്പീഡ് നമുക്ക് പ്രീഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത മോട്ടറിൻ്റെ RPMൽ അത് റൊട്ടേറ്റ് ചെയ്ത് പോവുള്ളൂ. ഇപ്പോൾ ലോഡ് മാറുന്നതനുസരിച്ച് ആ കൺവെയർ ബെൽറ്റിൻ്റെ സ്പീഡിന് വേണമെങ്കിൽ വേരിയേഷൻ വരാം. പക്ഷെ നമുക്ക് നമ്മുടെ റിക്വയർഡ് സ്പീഡിലാണ് ആ കൺവെയർ ബെൽറ്റ് മൂവ് ചെയ്യിക്കണമെങ്കിൽ തീർച്ചയായിട്ടും VFD യൂസ് ചെയ്യണം.
പിന്നെ ഞാൻ വളരെ ബേസിക്കിൽ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പം റിലേ ലോജിക് സിസ്റ്റം എന്ന് പറയുന്നത് ഓട്ടോമേഷനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം ഓട്ടോമേഷന് മുൻപ് യൂസ് ചെയ്തിരുന്നത് റിലേ ലോജിക് സിസ്റ്റമാണ് എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടൊരു ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെ ഒരു കോൺസെപ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? റിലേ ലോജിക് സിസ്റ്റം ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണോ? അതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് അതൊന്ന് പറഞ്ഞുതരാം. ഉണ്ട്. റിലേ ലോജിക് സിസ്റ്റം ആക്ച്വലി അതിൽ നിന്നും ഇവോൾവ് ചെയ്ത് വന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ PLC എന്ന് പറയുന്നത്. PLCയുടെ ഈവൻ ലാഡർ ലോജിക്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ബൂളിയൻ എന്ന് പറയുന്ന എക്സ്പ്രഷൻ 0s and 1s ഡിനോട്ട് ചെയ്യുന്നതാണ്. അപ്പം ആ ഒരു എക്സ്പ്രഷനും പ്ലസ് റിലേ ലോജിക് റിലേസ് യൂസ് ചെയ്തിട്ടുള്ള ഓട്ടോമേഷൻ പ്രോസസ്സ് ഉണ്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആൻഡ് ഗേറ്റ് നമുക്ക് 2 റിലേ വെച്ചിട്ട്, അതായത് 2 ഇൻപുട്ട്സ് ഓൺ ആയെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഓൺ ആകാൻ പറ്റൂ എന്നുള്ളൊരു ഓട്ടോമേഷൻ, സിമ്പിളായിട്ടൊരു ഓട്ടോമേഷൻ പ്രോസസ്സാണ്. അപ്പം ആ ഒരു പ്രോസസ്സിൽ നിന്നും ഇവോൾവ് ചെയ്ത് വന്നതാണ് നമ്മുടെ ലാഡർ ലോജിക്കിൽ വരുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ റിലേ ലോജിക്കിൻ്റെ മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ് അതിൻ്റെ സൈസും അതിൻ്റെ കോംപ്ലക്സിറ്റിയാണ്. സപ്പോസ് ഒരു ആൻഡ് ഗേറ്റ് ചെയ്യാൻ തന്നെ അതിന് മീൻസ് ലൈക്ക് ആ ഒരു ഡ്രോയിങ്സ് വരച്ചെടുത്ത് അത് കണക്ട് ചെയ്ത് ചെയ്യാൻ തന്നെ വയേഴ്സ് ആവശ്യമുണ്ട്, റിലേസ് ആവശ്യമുണ്ട്. അപ്പം ആ ഒരു കോംപ്ലക്സിറ്റി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ കുറച്ച് വിഷമമായിരിക്കും. പക്ഷേ ആ ലോജിക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ആ റിലേയുടെ ലോജിക്ക് എന്ന് പറയുന്നത് 0s and 1s എന്ന് പറഞ്ഞാൽ ലോജിക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. സോ റിലേനെ റീപ്ലേസ് ചെയ്ത് വന്നൊരു സിസ്റ്റമാണ് ആക്ച്വലി PLC. അപ്പോൾ ഇതിന് ഇത്രയും വയേഴ്സും കാര്യങ്ങളും ബാക്കിയുള്ള കോമ്പണൻസിൻ്റെ ആവശ്യം വരുന്നു. ഹാർഡ്വെയർ സ്ട്രക്ചർ കുറയും, അവിടെ വയേഴ്സ് കുറയും. പക്ഷെ ഇപ്പോഴും റിലേ സിസ്റ്റത്തിൽ ഓടുന്ന കൺവെൻഷണൽ ആയിട്ടുള്ള കുറേ എന്താ പറയുക ഓട്ടോമേഷൻ പ്രോസസ്സ് ഉണ്ട് ഇപ്പോഴും. അതിനെല്ലാം റീപ്ലേസ് ചെയ്ത് PLC വന്നുകൊണ്ടിരിക്കുകയാണ്. തമ്മിലത് ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം റിലേയിൽ നിന്നും ഇവോൾവ് ചെയ്ത് വന്ന 0s and 1s എന്ന് പറഞ്ഞ ആ ലോജിക്ക് വെച്ചിട്ടാണ് ഈ ലാഡർ ലോജിക്ക് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ ഇതിനകത്ത് കൺട്രോൾ പാനൽസ്, ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണല്ലോ കൺട്രോൾ പാനൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രി ഏത് ഇൻഡസ്ട്രി ആണോ അതിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് കൺട്രോൾ പാനൽസ് ആണോ ചെയ്യുന്നത്, അതോ സെയിം ടൈപ്പ് കൺട്രോൾ പാനലാണോ? ഈ കൺട്രോൾ പാനൽ എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും സ്പെസിഫിക്കേഷൻസ് ഉണ്ടോ ബേസ്ഡ് ഓൺ ഇൻഡസ്ട്രി? അത് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. കാരണം കൺട്രോൾ പാനൽസ് പല ടൈപ്പ് ഓഫ് കൺട്രോൾ പാനൽസ് വരുന്നുണ്ട്. അപ്പോൾ PLCയുടെ കൺട്രോൾ പാനൽസ് വരുന്ന അതിനുവേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള, അതായത് ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ആയിട്ടുള്ള കൺട്രോൾ പാനൽസ് ആണെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള പാനൽസ് വേറെ ഉണ്ട്. ഇപ്പോൾ VFDയുടെ പാനൽസ് വേറെ ഉണ്ട്. അപ്പോൾ കൺട്രോൾ പാനൽസ് പല ടൈപ്പ് ഓഫ് കൺട്രോൾ പാനൽസ് ഉണ്ട്. പിന്നെ ഇതിനെ ഡിസൈൻ ചെയ്യുന്ന പണ്ട് കാലത്ത് നമ്മൾ ഡ്രോയിങ്സ് നമ്മൾ വരച്ച് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ലോഡ് കാൽക്കുലേഷനൊക്കെ ചെയ്ത് എത്ര കോമ്പണൻസ് നമ്മൾ പാനൽസിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാൽക്കുലേഷനൊക്കെ പണ്ട് വരച്ച് ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് CAD-ആയി. CAD-ൽ നിന്നും ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ E-Plan എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറാണ് കോമൺ ആയിട്ട് നമ്മൾ ഈ കൺട്രോൾ പാനൽ ഡിസൈനിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നത്. ചില വെൻഡേഴ്സ് ലൈക്ക് ABB അങ്ങനെ വെൻഡേഴ്സ് നമ്മുടെ PLC സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പാനൽ ഡിസൈനിങ്ങിനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം പക്ഷെ കൂടുതലും ആൾക്കാർ E-Plan സോഫ്റ്റ്വെയർസും അങ്ങനെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാറുണ്ട്. സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് ഇപ്പം കൂടുതൽ ഡിസൈനിങ് വരുന്നത്. അത് പ്രത്യേകിച്ചും ലോഡ് കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ട്, അതായത് മാനുവൽ ഡിസൈനിങ് അല്ലാതെ തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. പിന്നെ നമ്മൾ ഈ ഇൻസ്ട്രുമെന്റേഷൻ സൈഡിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ PLC SCADAക്ക് എന്തെങ്കിലും അതിനകത്ത് അപ്ലൈ ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതായത് ഇൻസ്ട്രുമെന്റേഷനകത്ത് അതിൻ്റെ ആക്യുറസിക്കും കറക്റ്റ് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോമേഷൻ യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ DCS സിസ്റ്റത്തിൽ കൂടുതലും അനലോഗ് സിഗ്നൽസിനാണ് പ്രോസസ്സ് ചെയ്യുന്നത് പറഞ്ഞു. PLCയിലും അനലോഗ് സിഗ്നൽസിന് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന പാർട്ട് തന്നെ ആക്ച്വലി ഓട്ടോമേഷൻ്റെ ഒരു ബ്രദർ സിസ്റ്റം എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവമാണ്. ആക്ച്വലി ആ PLCയിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഇൻപുട്സും നമ്മുടെ ഇൻസ്ട്രുമെൻറ്റേഷൻ പാർട്ടിൽ നിന്ന് വരുന്നതാണ്. ഈവൻ ഒരു പ്രഷർ, നമ്മുടെ PLC ഞാൻ പറഞ്ഞു ഈ കൺട്രോളിങ് ആക്ഷൻ ആക്ച്വലി വരുന്നത് പ്രോസസ് വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യാനാണ്. അപ്പോൾ പ്രഷർ ആണെങ്കിലും ടെമ്പറേച്ചർ ആണെങ്കിലും വൈബ്രേഷൻ, ഹ്യൂമിഡിറ്റി, pH ഇതൊക്കെയാണ് നോർമലായിട്ട് നമ്മളൊരു ഇൻഡസ്ട്രി കണ്ടുവരുന്ന പ്രോസസ് വേരിയബിൾസ്. ഇതിനെ കൺട്രോളിങ് ആക്ഷൻ, ഇതിൻ്റെ സെൻസേഴ്സ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റേഷൻ പാർട്ടാണ് ആക്ച്വലി. അതിൻ്റെ കാലിബ്രേഷൻ, അതിൽ നിന്ന് വരുന്ന സിഗ്നൽസ്, ഈവൻ കറണ്ട് 4 to 20 അതുപോലെ തന്നെ 0 to 10 വോൾട്ട്, ഈ സെൻസേഴ്സിൻ്റെ സിഗ്നൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷനായി റിലേറ്റഡ് ആണ്. സോ ഇതിൻ്റെ ഇൻപുട്സ് എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ PLCനെ അഫക്റ്റ് ചെയ്യും തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ വാല്യൂസിന് ഡിഫറൻസ് വരും. സോ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയേഴ്സും ഇൻസ്ട്രുമെൻറ്റേഷൻ അറിഞ്ഞിരിക്കണം. ആക്ച്വലി ഒരു PLC ചെയ്യുന്ന ഒരാൾ എന്താണ് സിഗ്നൽ ഫീൽഡിൽ നിന്ന് വരുന്നത് അറിയാൻ വേണ്ടി തീർച്ചയായിട്ടും ഇൻസ്ട്രുമെൻറ്റേഷൻ അറിഞ്ഞിരിക്കണം. പിന്നെ ഈ ഓട്ടോമേഷൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹ്യൂജ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഒരു എവർഗ്രീൻ ഇൻഡസ്ട്രിയാണ്. ഇങ്ങനെയൊക്കെയാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അപ്പം പൊതുവെ ഏതൊക്കെ ഇൻഡസ്ട്രീസിലാണ് ഓട്ടോമേഷൻ യൂസ് ചെയ്യുന്നത്? അതോ എല്ലാ ഇൻഡസ്ട്രീസിലും ഓട്ടോമേഷൻ യൂസ് ചെയ്യുന്നുണ്ടോ? അതിനെ പറ്റിയിട്ട് എങ്ങനെയായിരിക്കും? ഓട്ടോമേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓട്ടോമേഷൻ വരുന്നുണ്ട്. ആക്ച്വലി PLC ഓട്ടോമേഷൻ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ അല്ല. PLC ഓട്ടോമേഷൻ്റെ കൂടെ തന്നെ നമ്മൾ മൈക്രോ കൺട്രോളേഴ്സ്, പ്രോസസ്സേഴ്സ്, ഇതെല്ലാം മൈക്രോ കൺട്രോളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഓട്ടോമേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിട്ട് വരുമ്പോഴത്തേക്കും പല കൺട്രോളേഴ്സും നമ്മൾ ഇതിനകത്ത്
ആഡ് ചെയ്യുന്നുണ്ട് ആഡ് ഓൺ ആയിട്ട്. പക്ഷേ മെയിൻ കൺട്രോളറായിട്ട് വരുന്ന PLC അല്ല DCS എന്നുള്ള സിസ്റ്റം ആയിരിക്കും മെയിനായിട്ട് വരുന്നത്. അപ്പം നമ്മളൊരു ഇൻഡസ്ട്രിയിൽ മെയിനായിട്ട് ഇപ്പോൾ പറയുന്ന ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി, ഇവയിലെല്ലാം നമ്മൾ വൈഡായിട്ട് നമ്മൾ PLC DCS യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഫുഡ് ഷെൽട്ടർ, അതായത് നമ്മളുടെ ഫുഡ് ഇൻഡസ്ട്രീസ്, അതുപോലെ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടുള്ളത്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്, അങ്ങനെ എല്ലായിടത്തും ഓട്ടോമേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ്, അതുപോലെ എല്ലായിടത്തും ഓട്ടോമേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ കരിയറിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഒരു ഫ്രഷർ നമ്മൾ ഓട്ടോമേഷൻ, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ പഠിച്ചിറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഏതൊരു ഡെസിഗ്നേഷനിലേക്കായിരിക്കും ആ കുട്ടി പ്ലേസ് ചെയ്യുന്നുണ്ടായിരിക്കും? തീർച്ചയായിട്ടും ഓട്ടോമേഷൻ പഠിച്ചിറങ്ങി ഒന്നെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സൈഡിലായിരിക്കും വരിക, ഇല്ല എന്നുണ്ടെങ്കിൽ പ്യുവറായിട്ട് ഓട്ടോമേഷനിൽ തന്നെ പ്ലേസ്ഡ് ആവും. ഓട്ടോമേഷൻ എഞ്ചിനീയർ ആയിട്ട് മീൻസ് ലൈക്ക് PLC എഞ്ചിനീയർ ആയിട്ട് തന്നെ പ്ലേസ്മെൻറ്റ് കിട്ടാൻ വളരെ ചാൻസ് ഉണ്ട്. ഇപ്പം ഓട്ടോമേഷൻ എഞ്ചിനീയേഴ്സിനുള്ള വേക്കൻസീസ് ഐ തിങ്ക് ഇറ്റ്സ് ബൂമിംഗ് ആണ്. ലൈക്ക് അവർക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ഓട്ടോമേഷൻ കഴിഞ്ഞാലും കുറച്ചൊന്ന് സെർച്ച് ചെയ്യണമായിരുന്നു. പക്ഷേ ഇപ്പം ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാം PLCയിലോട്ടുള്ള ഓട്ടോമേഷനായി മാറിക്കഴിഞ്ഞു. അപ്പം ഇപ്പോൾ തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസ് കുറേ. എന്ത് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് എടുത്താലും PLC ഇല്ലാത്തൊരു വർക്ക് അവിടെ വരുന്നില്ല. സോ ഓട്ടോമേഷൻ എഞ്ചിനീയേഴ്സിന് നല്ല ഡിമാൻഡുള്ള ഒരു ടൈമാണ് ഇപ്പോൾ. ഇപ്പോൾ ഈ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇലക്ട്രിക്കലിനകത്ത് മാത്രം സ്പെഷ്യലായിട്ട് ഇങ്ങനെ ട്രെയിനിങ് ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണോ ഈ ഓട്ടോമേഷൻ യൂസ് ചെയ്യുക, അതോ ബാക്കിയുള്ള സ്ട്രീമിലുള്ള കുട്ടികൾക്കും കൂടെ ഓട്ടോമേഷൻ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും? യൂഷ്വലി ഡിപ്ലോമയാണ് ബേസിക് ക്വാളിഫിക്കേഷനായി പറയുന്നത്. അപ്പം ഡിപ്ലോമ എടുക്കുകയാണെങ്കിൽ തന്നെ അവർ ചൂസ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു +2 കഴിഞ്ഞാൽ അവർ ചൂസ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഫീൽഡിൽ പോയവർക്ക് ഈ കരിയർ ചൂസ് ചെയ്യും. ഓട്ടോമേഷൻ, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിലോട്ട് വരാം. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ്, മെക്കാട്രോണിക്സ്, ദെൻ ഇൻസ്ട്രുമെൻറ്റേഷൻ. സോ ഇതെല്ലാം ഈ ഫീൽഡുകളിലെല്ലാമാണ് മെയിനായിട്ട് നമുക്ക് ഓട്ടോമേഷനിലോട്ട് വരുന്നത്. സോ ഇപ്പം കുറച്ച് കറണ്ട് ട്രെൻഡായിട്ട് ഇപ്പം കാണുന്നത് മെക്കാനിക്കലുകാർ, ഈ മെക്കാട്രോണിക്സ് ആക്ച്വലി ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ മെക്കാട്രോണിക്സിൻ്റെ ഒരു പാർട്ടാണ്. സോ മെക്കാനിക്കലുകാരും മെക്കാട്രോണിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് അവരും ഇപ്പോൾ ഈ ഓട്ടോമേഷനിലോട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം കുട്ടികൾ പഠിക്കുമ്പം നമുക്ക് ഇപ്പം നമ്മളുടെ ഇന്ത്യയിലാണെങ്കിലും ശരി, അതുപോലെ വിദേശത്താണെങ്കിലും ശരി, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ ഉള്ളത് നല്ലതാണ്. കാരണം ഇപ്പം ഒരു പുറത്തേക്കുള്ള രാജ്യങ്ങൾ നോക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനാണ് ചൂസ് ചെയ്യുക. സോ മെയിൻലി TUV സർട്ടിഫിക്കേഷൻ ഇത് വളരെ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനാണ്. കാരണം കൂടുതൽ ആൾക്കാരും TUV അറിയാം, ജർമ്മൻ സർട്ടിഫിക്കേഷനാണ്. സോ അതിന് വാല്യൂ ഉള്ളത് കൊണ്ട് ഈവൻ നമ്മുടെ ഓട്ടോമേഷൻ കോഴ്സ് കഴിഞ്ഞ് അത് TUV സർട്ടിഫിക്കേഷൻ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ബാക്കി ഇൻ്റർനാഷണൽ ആയിട്ടുള്ള വേറെ കൺട്രീസിൽ നിന്ന് അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസിന് തോന്നുന്നു. നമ്മളുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിലെല്ലാം നമ്മളുടെ QC അതുപോലുള്ള കാര്യങ്ങൾ, ISO അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് TUV എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിലാണെന്ന് തോന്നുന്നു. അതെ അതെ. ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇന്റർനാഷണലി ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് TUV സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇപ്പം ഓട്ടോമേഷൻ പഠിക്കുന്ന സ്ഥലങ്ങളിൽ കുറേ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാം വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആവണമെന്നില്ല. പക്ഷേ ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്ത ഒരു സർട്ടിഫിക്കറ്റാണ് TUV സർട്ടിഫിക്കറ്റ്. മാക്സിമം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി സ്റ്റുഡൻസ് പഠിക്കുന്നതാണ് അവർക്ക് ഏറ്റവും ബെറ്റർ. താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഓട്ടോമേഷനിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.